കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ കുളിരിനോ കൂട്ടിനോ എന്റെ കരളിലെ പാട്ടിനോ ഏകാന്ത ചന്ദ്രിക തേടുന്നതെന്തിനോ. എന്തുവാടാ ഇത്? ഇവിടെ ആർക്കും ഉറങ്ങണ്ടേ? എന്തുവായിരുന്നു ഇവിടെ ലഹള? ലഹളയല്ലമ്മേ, പാട്ട് പാടിയതാ. മ്യൂസിക്കാ. മ്യൂസിക്കോ? ദേ, ഞാൻ മര്യാദയ്ക്ക് പറഞ്ഞേക്കാം, ഇനി ഇതിനകത്തുനിന്ന് ഈ വക ശബ്ദം വല്ലതും കേട്ടാൽ നാലിനെ ഞാൻ ചവിട്ടി പുറത്താക്കും. ശല്യങ്ങള്. എവന്റെ അച്ഛൻ കുവൈറ്റിലല്ലേ? എല്ലാരും മടങ്ങി വന്നിട്ട് അങ്ങനെ വന്നില്ലല്ലോ. ഇല്ല. ഇതാ വരാത്തത്. മനസ്സിലായോ? ഈ പണ്ടാരം പിടിച്ച നാട്ടിൽ ഇനി ഞാനില്ല. ഇതെന്തത് കൊള്ളക്കാര നാടാ. രാത്രി വന്നത് പോട്ടേന്ന് വെക്കാം. ഇതിപ്പോ പട്ടാ പകലല്ലേ വന്നത്, തല്ലി കൊന്ന് ചാക്കില് കെട്ടാൻ. എന്താ മുത്തശ്ശി, എന്തിനാ പെട്ടിയിലതൊക്കെ എടുത്തു വെക്കുന്നത്? എനിക്കേ എന്റെ ജീവനെ കൊണ്ട് എങ്ങനെയെങ്കിലും എന്റെ നാട്ടിലെത്തിയാ മതി. എന്താ മുത്തശ്ശി, കാര്യം പറ. ഓ, ഇപ്പൊ കാര്യം പറയാത്ത കുഴപ്പമുള്ളോ? മുത്തശ്ശ, എന്താ മുത്തശ്ശ, എന്താ ഉണ്ടായേ? അവളെ ആരോ കൊല്ലാൻ വരണമാരോ തോന്നിയെന്നാ? അപ്പൊ അവൻ എന്നെ കൊല്ലാൻ വന്നതല്ലെന്നാ പറയുന്നത്. സത്യം പറയാമല്ലോ, നിന്നെ കണ്ടാൽ ആർക്കും ഒന്ന് കൊല്ലണമെന്ന് തോന്നും. ഈ എനിക്ക് തന്നെ ഒരുപാട് പ്രാവശ്യം തോന്നിയിട്ടുണ്ട്. മനുഷ്യനെ എടി, കൊല്ലാൻ വന്നവനാണെങ്കിൽ പിന്നെ കൊല്ലാതെ തിരിച്ചു പോകും. അതെന്റെ മിടുക്ക്. അവന്റെ കൂമ്പ് ഞാൻ ചവിട്ടി കലക്കിയില്ലേ. ആരുടെ? എന്റെ പൊന്നു മോളെ, ഈ മുത്തച്ഛി പറയാൻ നീ ഒന്ന് കേക്ക്. ഈ നാട് ശരിയല്ല, നമുക്ക് തിരിച്ചു പോവാ. എന്താ മുത്തശ്ശി പറയണേ? തിരിച്ചു പോവാന്നോ? അപ്പൊ സേതുവേട്ടനെ പറ്റി അന്വേഷിക്കണ്ടേ, അറിയണ്ടേ? സേതുമാധവനെ പറ്റി അന്വേഷിക്കണ്ടെന്ന് അറിയണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞോ? കണ്ണൂര് ഈ നാടും തമ്മിൽ അത്ര വലിയ ദൂരമൊന്നുമില്ലല്ലോ. നമുക്ക് അവിടെ നിന്നുകൊണ്ട് അന്വേഷിക്കാം. പോരാ, സേതുവേട്ടനെ പറ്റി എന്തെങ്കിലും അറിയണമെങ്കിൽ നമ്മൾ ഈ നാട്ടിൽ തന്നെ നിൽക്കണം. മുത്തശ്ശിക്ക് ഇനി പേടിണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്തോളൂ, മുത്തശ്ശനെയും കൂട്ടി പൊക്കോളൂ. എനിക്കിവിടെ ആരും കൂട്ട് വേണമെന്നില്ല. എന്റെ ഏട്ടനെ പറ്റി അറിയേണ്ടതൊക്കെ അറിയാതെ ഞാൻ ഇവിടുന്ന് മടങ്ങുന്ന പ്രശ്നമില്ല. എന്റെ സേതുമാധവ, നീ എന്തിനാ ഈ നാട്ടിൽ വന്ന് താമസേ? മനുഷ്യര് തീ തീറ്റിക്കാനോ? ഓ, ചെവി തല കേൾപ്പിക്കില്ലല്ലോ. തന്റെ കാറിൽ പാട്ടൊന്നുമില്ലടോ. ഇതൊന്ന് കുറയ്ക്കാൻ ഉണ്ടല്ലോ. ഡിസ്കോ ഉണ്ട്, വെക്കട്ടെ? ഡിസ്കോ ഡിസ്കോ വെക്കട്ടെ? വേണ്ട വേണ്ട, അതിനും ഭേദം ഇത് തന്നെ കേട്ടോളാം. ഉറക്കം നോക്കിട്ടാ വണ്ടി ഓടിക്കുന്നത്. വണ്ടി പാളിയത് കണ്ടില്ലേ? വണ്ടിയല്ല, നിന്റെ തലയാ പാളിയത്. ശരിയാ ശരിയാ, കണ്ണൂര് മുതൽ ഞാൻ കാണുക അമ്മച്ചിരുന്ന് ഉറക്കം തൂങ്ങണത്. ആഹാ, അപ്പൊ നീ എന്നെ നോക്കിയിരിക്കായിരുന്ന? റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്കട ചേർക്കാം. നിങ്ങൾ മൂന്നുപേരും കൂടി ഒന്ന് പുറത്തിറങ്ങി നോക്കിട്ട് വാ, ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാം. ശടാ, എല്ലാരും ഒന്ന് എഴുന്നേറ്റ് വന്നേ. എന്തിനാ പേടിക്കുന്നത്? നമ്മൾ ആരും ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ. ചെയ്തിട്ടില്ലേ? ആ പെണ്ണിന്റെ ചേട്ടന്റെ കൂട്ടുകാരാണെന്ന് ലോകം മുഴുവൻ പറഞ്ഞറിഞ്ഞിട്ടില്ലേ? അതുപോലെ ഞാൻ അന്നേ പറഞ്ഞത് ആ പെണ്ണിന്റെ പുറകെ നടക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? ഒന്നുകിൽ ആ ഹോനായി, ഇല്ലെങ്കിൽ ആ മറ്റവനും അവന്റെ കൂട്ടുകാരും. രണ്ടിൽ ആരെങ്കിലും ഒരാൾ നമ്മളെ തട്ടും, അത് ഉറപ്പാ. നോക്കിയോ, നമുക്ക് പോലീസിനെ അറിയിച്ചാലോ? എന്നിട്ടുണ്ടെങ്കിൽ അവരുടെ ഇടിയും കൂടെ കൊള്ളാൻ. മഹാദേവ, നമുക്കിനി ആരെയും കാണണ്ട. ഇവിടുന്ന് എവിടെയെങ്കിലും പോകാം. എങ്ങോട്ട് പോകാൻ? ഏത് നരയത്തിലാണെങ്കിലും ശരി, ഈ നാട്ടിൽ നിന്ന് കുറച്ചാൾ മാറി നിൽക്കാം. നമ്മളൊരു സാഹചര്യത്തിൽ ഒരു ചെറിയ നുണ പറഞ്ഞു പോയി, ശരിയാ എന്ന് വിചാരിച്ച് ഒളിച്ചോടണ. കാര്യങ്ങൾ അവരോട് തുറന്നു പറഞ്ഞാ പ്രശ്നങ്ങൾ തീർന്നെങ്കിലോ? അതെ, അതാ അതിന്റെ ബുദ്ധി. മഹാദേവ, നമുക്കെല്ലാം അവളോട് തുറന്നു പറയാം. നിങ്ങൾ വാ. ഇതെന്താണ് പോലീസും പട്ടണമൊക്കെ? മിണ്ടാതിരിക്കടാ. നമുക്ക് പോകാടാ, പോകാം. കുഴപ്പമാ. മിണ്ടാതിരിക്കല്ലേ പറഞ്ഞത്? പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി എന്തുണ്ടെങ്കിലും ഞങ്ങളെ അറിയിച്ചാൽ മതി. നമ്മളെ പറ്റി പറയുന്നെന്നാ തോന്നണേ. നമ്മളെ പറ്റിയൊന്നും ആയിരിക്കില്ല. നീ വാ.
കൊല്ലാൻ വന്നോൻ. ഇവൻ തന്നെയാണ് എന്നെ കൊല്ലാൻ നോക്കിയ. അവനുണ്ട് എന്നെ കൊല്ലാൻ നോക്കിയവൻ. സേതുവിനെ യുവമാരാ കൊന്നിരിക്കുന്നത്. വിടരുത്, ഒന്നിനെ വിടരുത്. ഇവിടെ വരൂ. വരാനാ പറഞ്ഞത്. തോമസ് കുട്ടി വിട്ടടാ. പിടിക്കവരെ. അവരാരും വിടരുത്. നീ അവിടെ ഉണ്ടോ നോക്കി. നീ ഇത് വിളിക്കും നോക്ക്. അവിടെ ഉണ്ടെങ്കിൽ വിളിക്കണം. സോറി. താങ്ക്സ്. എന്തോ സംസാരിച്ചു. അവളെന്താ പറഞ്ഞത്? അവളെന്താ പറഞ്ഞതെന്ന്? ഐ ലവ് യു. എക്സ്ക്യൂസ് മീ, Yes. ഈ പുസ്തകം ആരാ എടുത്തിരിക്കുന്നതെന്ന് എനിക്കൊന്ന് അറിയാൻ പറ്റുമോ? എന്ത് ചെയ്യാം? വായിക്കാം. ഇതൊരു സേതുമാധവന്റെ പേരിലുള്ളതാ. എന്താ? ഞാൻ സേതുമാധവന്റെ സിസ്റ്ററാ. പേര് മായ. ഏട്ടൻ മരിച്ചുപോയി. അതുകൊണ്ട് മെമ്പർഷിപ്പ് ക്ലോസ് ചെയ്യാൻ എന്താ വേണ്ടത്? കുട്ടി തന്നെ ഒരു റിക്വസ്റ്റ് എഴുതി തന്നാ മതി. പിന്നെ എനിക്ക് ഈ സേതുമാധവന്റെ കൂട്ടുകാരെ ആരെങ്കിലും ഇവിടുന്ന് കാണാൻ പറ്റുമോ? അതിന് ഈ സേതുമാധവനെ തന്നെ എനിക്ക് പരിചയമില്ലല്ലോ. പിന്നെങ്ങനാ? ഇതാളുടെ ഫോട്ടോ. വെളുത്ത് നല്ല ഉയരം ഉണ്ടായിട്ടാ. ധാരാളം വായിക്കുമായിരുന്നു. പിന്നെ ബോംബെ യൂണിവേഴ്സിറ്റിയിലെ ബോക്സിംഗ് ചാമ്പ്യനൊക്കെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ക്ലബിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ചിലപ്പോ അവിടെ ആരെങ്കിലും പരിചയക്കാർ കാണും. ശരി. ആ ബോക്സിംഗ് ചത്തുപോയത് ഒരേ കണക്കിന് നന്നായി. ഒന്നുമില്ലേ, ധൈര്യമായിട്ട് അവളുടെ പുറകെ നടക്കാമല്ലോ. എനിക്കൊരു ഐഡിയ. എന്താ? അവളുടെ ചത്തുപോയ ചേട്ടന്റെ കൂട്ടുകാര് നമ്മളാണെന്ന് അങ്ങോട്ട് കാച്ചിയാലോ? വേണ്ട വേണ്ട, നീ ഇന്നലെ ഒരു കാച്ചിന്റെ ക്ഷീണവും കിതപ്പൊന്നും ഇതുവരെ വിട്ടു മാറിയിട്ടില്ല. മഹാദേവ, നമ്മുടെ ഒരു ഗ്ലാമർ ഉണ്ട്, അത് വെച്ച് നമ്മൾ അവൾ വീഴ്ത്തുന്നു. അല്ലാതെ അവന്റെ പെരട്ട തലേന്ന് വരുന്ന ഐഡിയ ഒന്നും നമുക്ക് വേണ്ട. എന്തായാലും ഉള്ള പേരുള്ള മായ. മായ മായ മഹാദേവൻ. എന്താ എന്താ എന്താ? അല്ല, ഞാനൊന്ന് പറഞ്ഞു നോക്കായിരുന്നു. മായ മഹാദേവൻ. നല്ല ചേർച്ചയുണ്ടല്ലേ? ചേർച്ച നിനക്ക് മാത്രമല്ല, മായ അപ്പുക്കുട്ടൻ എന്ന് പറഞ്ഞാലും ചേരും. മായ ഗോവിന്ദൻകുട്ടി എന്താ മോശമാണോ? മായ തോമസ് കുട്ടിയോ? അയ്യടാ, അത് വേണ്ട. ഞങ്ങൾ ഹിന്ദുക്കളൊക്കെ ചത്തൊടുങ്ങിയിട്ട് മതി കണ്ട ക്രിസ്ത്യാനിയോടൊക്കെ പുറകെ പോകാൻ. അല്ലേ മഹാദേവൻ നായരെ? അത് നോക്കി, അവളുടെ വണ്ടിയല്ലേ ഒരുത്തൻ കാറ്റൂട്ടി വിടണണ്ട. ഏതാടാ ഈ പിശാച്? പിശാചല്ലടാ, ദൈവദൂതൻ. ഇവനെ വെച്ച് നമുക്കൊരു കളി കളിക്കാം. ബാ. എന്താ? കാറ്റ് കുത്തിവിടുന്ന ചേട്ടന്റെ ഒരു ഹോബിയാണല്ലേ? അത് ചോദിക്കാൻ നീ ആരടാ? എടാ പന്നി, തെണ്ടിത്തരം കാണിച്ചിട്ട് ഇന്ന് ഷൈൻ ചെയ്യുന്നു. ചോദിക്കാനും പറയാനും ആളില്ലെന്ന് വിചാരിച്ചു അവനൊക്കെ. ചോദിക്കാനും പറയാനും ഒക്കെ ഇവിടെ ആളുണ്ട്, പക്ഷെ കാണാനും കേൾക്കാനും ആള് വേണ്ടേ? അതെ, കാണാനും കേൾക്കാനൊക്കെ ഉള്ള.
അവളിങ്ങോട്ട് വന്നേക്കട്ടാ. അവളെ മുമ്പിൽ വെച്ച് നമുക്ക് ചോദിക്കാം. ആ വരുന്നുണ്ട്. ഇടി തുടങ്ങിക്കോ, ഇടി തുടങ്ങിക്കോ. ഇങ്ങനെ എടുക്ക, ഞാൻ തന്നെ അയ്യോ, നീ കാറ്റ് കുത്തി വിടുവല്ലേടാ? ഞങ്ങളൊക്കെ കാറ്റുള്ളാടാ. ഞാൻ ഇതുവരെ അടിച്ചിട്ടില്ല. രണ്ട് വീലും കാശ് ഊതി നടത്തിട്ട് നീ മതി. അവനെ ഊതിരാ. ഊതടാ. നീ ഊതാനല്ലേ പറഞ്ഞത്? കാണാൻ കൊള്ളാവുന്ന പെൺകുട്ടികൾ വണ്ടി കൊണ്ടുവന്ന് വെക്കുമ്പം അതിന്റെ കാറ്റ് തുറന്നു വിടുന്നത് ഇവന്റെയൊക്കെ സ്ഥിരം തൊഴിലാ. ഞാൻ ഊതടാ. ഊതിക്കടാ. തിരിഞ്ഞു നോക്കാണ്ട് ഊതടാ നീ. ഇയാള് വണ്ടിയുടെ കാറ്റൂരി വിട്ടു. ഞങ്ങള് കണ്ടില്ലായിരുന്നെങ്കിൽ. ഒന്ന് മാറിയേ, കുട്ടി ആളെ ഒന്ന് കാണട്ടെ. അയ്യോ, അപ്പൊ ഇതാരുടെ വണ്ടി? തോമസ് കുട്ടി വിട്ടോടാ. ഞാനൊരെണ്ണം വലിക്കാടാ. വേണ്ട വേണ്ട വേണ്ട, ഒരാൾ വലിച്ചാ മതി. ചേടാ, എവളിത് എവിടെ നിന്ന് വന്നവളടാ? 4 സുന്ദര കുട്ടപ്പന്മാരിവിടെ നിരന്ന് നിന്നിട്ട് ഒന്ന് മൈൻഡെങ്കിലും ചെയ്യണ്ടേ? മഹാദേവ, നമുക്ക് ഈ തള്ളയെ കറക്കിയെടുത്താലോ? ആ, നീ കറക്കിയെടുത്തു. ഇവനാവുമ്പോ നല്ല മാച്ച് ആയിരിക്കും. ഞങ്ങൾ അവളെ തന്നെ കറക്കിയെടുത്തോളാം. പറയുന്നത് മുഴുവൻ അങ്ങോട്ട് കേക്കടാ. അവളെ വീഴ്ത്താൻ ഏറ്റവും നല്ല വഴി അവളുടെ മുത്തശ്ശിയാ. മുത്തശ്ശി നമ്മുടെ ആളായി കഴിഞ്ഞാ പിന്നെ നമുക്ക് അവിടെ നിന്ന് എന്തും സാധിക്കാം. ആ ഏത് തള്ളമാരെയും വീഴ്ത്താൻ പറ്റിയ ഒരു നമ്പർ എന്റെ കയ്യിലുണ്ട്. എന്താന്ന് വെച്ചാ പറയടാ. ആ, മുത്തശ്ശി എന്ന് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ചെല്ലുന്നു. മുത്തശ്ശിക്ക് നമ്മുടെ ചത്തുപോയ മുത്തശ്ശിയുടെ അതേ ചായയാണെന്ന് അങ്ങോട്ട് കാച്ചുന്നു. അതിനവര് ചായയും കാച്ചിക്കൊണ്ട് വന്നല്ലേ പറ്റൂ. ചായയാ? ചളവാക്കാതെ പോടേ. നീ പറ. എടാ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ വിഷമമുള്ള കാര്യമല്ല ഇത്. നീ ഒറ്റയ്ക്ക് പോയാ എനിക്ക് പറ്റില്ല. ഞാൻ പറയുന്നത് ആരും ഒറ്റയ്ക്ക് പോയാൽ ശരിയാവൂല. പോകുമ്പോ നമ്മൾ എല്ലാരും കൂടെ ഒന്നിച്ച് പോകണം. എന്നാ പിന്നെ നീ പോകും. അതാണ് ഞാൻ പറഞ്ഞത്. ഒന്നിച്ച് പോയ കാര്യം എളുപ്പം നടക്കും. ഇത് ഒറ്റയ്ക്ക് പോയാൽ എന്നെ ഇവനെ ഇന്നലെ രാത്രിയിലെ ബഹളത്തിന് അവര് കണ്ടോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ല. ഞങ്ങളെ തിരിച്ചറിഞ്ഞാൽ കംപ്ലീറ്റ് പോയില്ലേ. ഇപ്പൊ ആ തള്ള തനിച്ചേ ഉള്ളൂ. ആരേലും വരുന്നതിന് മുമ്പ് അവരെ അടിച്ചൊതുക്കി ചാക്കി കയറണം. നിനക്കതിനുള്ള കഴിവുണ്ട്. നീ പോയാ മതി. അയ്യോ എന്റെ ദൈവമേ. ചെല്ലടാ. ഒന്നൂടടി. ഞെക്കിപ്പിടി. അവന് വെട്ടുകൊണ്ട് കാണുമോ? എന്റെ അമ്മ തള്ളക്ക് ഭ്രാന്താടാ. നീ അവിടെ കിടന്നെങ്കിൽ എല്ലാവരും വിളിച്ചെന്നിന്? ആളുകൾ വല്ല ഓടിക്കൂടിയിരുന്നെങ്കിൽ നമ്മൾ അഭിമാനം ഉണ്ടാവുമായിരുന്നു. നിനക്ക് അഭിമാനമാണല്ലേ പ്രശ്നം? ആ തള്ളയുടെ വെട്ടങ്ങനെ എന്റെ നെഞ്ചത്ത് കൊണ്ടിരുന്നെങ്കിലാ? കൊണ്ടില്ലല്ലോ. കൊണ്ടിരുന്നേ കാണായിരുന്നു. എന്ത് കാണായിരുന്നു? എന്റെ നെഞ്ചത്ത് വെട്ടുകൊള്ളണതാ. അല്ലല്ല. നീ ഇപ്പൊ ചൂടാന്ന് എന്തിനാ? നീ തന്നെയല്ലേ പറഞ്ഞു നിന്റെ മുത്തശ്ശിയാണ് വളച്ച വളയുമെന്നൊക്കെ. അങ്ങനെ പറഞ്ഞെന്ന് വിചാരിച്ച് ഒരാപത്ത് ഒരു മോടിക്കളയാവോ? എടാ, അതൊരു ആപത്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവണ്ടേ? നീ അവരെ വളയ്ക്കാണെന്നല്ലേ ഞങ്ങൾ വിചാരിച്ചത്. പോടാ ചതിയന്മാരെ, തെണ്ടികളെ. ഗോവിന്ദൻകുട്ടി, ഇനി എന്തായാലും നമ്മൾ പിന്മാറുന്ന പ്രശ്നമില്ല. അവൾ ഈ നാട്ടിൽ കാല് കുത്തി അന്ന് മുതൽ അവൾ നമ്മുടേതായി. ഇനി അവളെ വിവാഹം കഴിക്കുന്നത് നമ്മൾ തന്നെ ആയിരിക്കും. നമ്മളോ? നമ്മള് 3-4 പേരില്ലടാ.
അതിനെന്താ, പഞ്ചപാണ്ഡവന്മാർ 4 പേരും കൂടിയല്ലേ പണ്ട് ദമയന്തിയെ കിട്ടിയത്? ദമയന്തി അല്ലടാ, കുന്തി. കുന്തി എങ്കിൽ കുന്തി കെട്ടിയല്ലോ, അതേപോലെ എവളും ചെയ്യട്ടെ അല്ലേ മഹാദേവ? ഓടാ, നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളെ 4 പേരെയും കൂടെ കെട്ടാല്ല, ആരെങ്കിലും ഒരാളെ. ആ ഒരാൾ ആരാണെന്ന് പറ. നിങ്ങൾക്കൊക്കെ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ഞാൻ ഏറ്റു. അയ്യടാ, നീ അങ്ങനെ തനിച്ച് ബുദ്ധിമുട്ടണ്ട, ഞങ്ങളൊക്കെ ബുദ്ധിമുട്ടാൻ തയ്യാറാണ്. അത് തന്നെ, നമ്മളെ മെട്ടിച്ച് ഒരു 5-ാമൻ അവളെ കൊണ്ടുപോകാൻ പാടില്ല. അതുകൊണ്ട് എപ്പോഴും അവളുടെ മേലൊരു കണ്ണു വേണം. ഒരു കണ്ണോ? അതിനുവേണ്ടി ഈ 2 കണ്ണുകളും ദാനം ചെയ്തിരിക്കുന്നു. അയ്യാ, ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ സാറേ, ഒന്നിങ്ങ് നോക്കിയേ. ആ ടാക്സിയിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അയ്യോ സാറേ, സത്യമാണ് സാറേ, കാറിൽ ഒരു പെണ്ണിനെ തട്ടിക്കൊണ്ടു പോകുന്നു. അപ്പുകുട്ടാ, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നു. തോമസ് കുട്ടി, കുട്ടി, ടാക്സിയിൽ ഒരു പെണ്ണിനെ അടിച്ചോണ്ട് പോന്നടാ. വാ വാടാ. ഞാൻ പറയുന്നേക്ക് മുന്നടിക്കും. തെണ്ടി, മര്യാദയ്ക്ക് പുറത്തിറക്കണം അവളെ. സൗകര്യമില്ല വരാൻ. ഒന്നുകളെ ഞാൻ ഇറക്കണം പുറത്തോ. തോമസ് കുട്ടി, വിട്ടോളാ. എനിക്ക് അപ്പോഴേ തോന്നി ഗർഭിണിയായിരിക്കും. വണ്ടി വണ്ടി. എന്താ? നിന്റെ വീടിന്റെ തൊട്ടടുത്ത് പുതിയ താമസക്കാർ വന്നതാ. നല്ലൊരു കിളവനും കിളവിയും കൂടെ 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 നല്ല കിളി പോലത്തെ ഒരു ഉഗ്രം പെണ്ണും. കൊള്ളാം കൊള്ളാം. ഒന്ന് തിരിക്കാൻ എന്താടാ മാർഗം? അതെ, മുഖം ഒന്ന് കണ്ടാൽ മതിയായിരുന്നു. ഏയ്, എനിക്കിനി മുഖം കാണണമെന്നില്ല. ഈ കണ്ടീഷനിൽ എനിക്കൊക്കെ. എനിക്കും. അപ്പൊ കൊട്ടാ, ഞാനൊരു എഴുത്ത് തരാം, നീ ഒന്ന് കൊണ്ടു കൊടുക്ക്. അവിടെ ഇരിക്കാൻ. അവൾ ഇങ്ങോട്ട് തിരിഞ്ഞോണ്ട നിങ്ങൾ 3 പേരും കുനിഞ്ഞോണം കേട്ടാ. അവൾ എന്നെ മാത്രം കണ്ടാ മതി. എന്താണ് ഇവിടെ? അപ്പുറത്തൊരു കുട്ടി. 4 കൂടി ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാ? യോഗ യോഗ യോഗാസനം. യോഗാസനോ? യോഗാസനം ചെയ്താ ഗ്യാസ് പോകും അമ്മേ. ഞാൻ പറഞ്ഞില്ലേ അപ്പോഴേ. ആരത്? ആരാടത്? ശരിയാണല്ലോ, ആരത്? ചേടാ, നമ്മൾ ഇത്ര നേരം നിന്നിട്ടും അവിടെ ഒരു പെണ്ണ് വന്ന് നിൽക്കുന്ന ശ്രദ്ധിച്ചില്ലല്ലേ? ഇനി വല്ല കള്ളന്മാരും വന്ന് കയറിയതാണോ? ഇനിയിപ്പോ അവിടെ കയറുന്ന ഏത് കള്ളൻ? ലോകത്തുള്ള പെരുങ്കള്ളന്മാരെല്ലാം ഇവിടെ നിൽപ്പുണ്ടല്ലോ. അയ്യോ അമ്മേ, ഇവര് അത്രക്കാരൊന്നും അല്ല. അവരെയല്ല, നിന്നെയാ പറഞ്ഞത്. യോഗാസനം ചെയ്യാതെ തന്നെ ഇവന്റെ ഗ്യാസ് പോയി. നിന്റെ അമ്മയ്ക്ക് നിന്റെ കൂട്ടുകാരെയൊക്കെ നല്ല മതിപ്പാണല്ലേ? പിന്നെ പ്രത്യേകിച്ച് നിന്നെ.
ചേടാ അവളെ ശരിക്കൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അതിനെന്താ, അവളെ ശരിക്കും ഒന്ന് കണ്ടിട്ട് ഞങ്ങൾ ഇവിടുന്ന് പോകുന്നു പോലെ. എനിക്ക് അത്യാവശ്യമായിട്ട് സ്ഥലം വരെ പോണം. വാ, നീ പോയിട്ട് വാ, ഞങ്ങൾ ഇവിടെ നിന്ന് റിലാക്സ് ചെയ്തോളാം. നിങ്ങൾക്ക് എവിടെ പോകാനുണ്ടെന്ന് പറഞ്ഞു? അപ്പൊ എങ്ങും പോകുന്നില്ല, റിലാക്സ് ചെയ്യാൻ പോവാണോ? ഇവിടെ തന്നെ കാണുമല്ലോ. ഞാൻ അമ്മയോട് പറഞ്ഞേക്കാം. ചെല്ലട്ടെ, നിക്ക്. നീ പോയിട്ട് എന്താ ചെയ്യാൻ പോണത്? അത് ആളെ കറക്കി കൊണ്ടുവരുമ്പോ കണ്ടാ മതി. ഐഡിയ എന്താണെന്ന് പറഞ്ഞിട്ട് പോടാ. അതെ, വ്യക്തമായിട്ട് പ്ലാൻ എന്താണെന്ന് പറഞ്ഞിട്ട് പോയാ മതി. ഇനി വന്നേ. ആ പറഞ്ഞേ. ആദ്യം ഞാൻ നേരെ ചെല്ലുന്നു. അയാളുടെ ദേഹത്ത് പതുക്കെ ഒന്ന് മുട്ടിയിട്ട് അറിയാതെ പറ്റുപോലെ സോറി എന്ന് പറയുന്നു. ഓക്കെ. എന്നിട്ട് മുഖം ഒന്ന് ഉയർത്തി സേതുമാധവന്റെ മുത്തച്ഛനല്ലേ എന്ന് ഒറ്റ ചോദ്യം. ആ ചോദ്യത്തിൽ അയാൾ വീഴുന്നു. ഇവൻ പോയാ വീഴൂ? ഞാൻ വീഴ്ത്തും. ഓക്കെ, നീ ചെല്ലു. എന്റെ അമ്മയെ നാട്ടിച്ച്. ഇന്നെന്താണത്? ഞാൻ മുത്തച്ഛന്റെ കൂട്ട്, ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് തട്ടണമെന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ ആരും മുട്ടാറില്ല, അതുകൊണ്ട് സോറി. നിനക്ക് ഇത്ര വലിയ കണ്ടുണ്ടല്ലോ, മത്തയ്ക്ക പോലെ. സോറി. എന്തത് സോറി? മനുഷ്യന്റെ ദേഹത്ത് വന്ന് ഇടിച്ചിട്ടാണോ സോറി പറയുന്നത്? സോറി പറഞ്ഞില്ലേ? 75 രൂപയുടെ മരുന്നായത്. അതെ, കണ്ടാ പറ. താങ്ക് യു മനെ, താങ്ക് യു വെരി മച്ച്. താമസോട്ടെ, വിട്ടോളാ. ഞാൻ കൊല്ലവന്. എടാ, എടാ, കാലമാടാ. പുറത്ത് വീഴാൻ വന്നു. നിന്നെ ഇനിയിപ്പൊ കരഞ്ഞാ മതിയല്ലോ, നാണം ഇല്ലാത്തവൻ. അയാളെ വീഴ്ത്താൻ ഞാൻ പോയാലേ ശരിയാവുള്ളൂ, വേറെ ആരും പോകണ്ട. എന്തൊരു ബഹളമായിരുന്നു. ഇപ്പൊ എന്തായടാ? അയാളെയും വീഴ്ത്തി, വഴിയെ പോയവരെയും വീഴ്ത്തി, നീയും വീണ് വയറും കയറിയപ്പോ സമാധാനമായല്ലോ. ചുമ്മാ ഇരിയടാ. ഡേ അപ്പുക്കുട്ടാ, ചോരയാണ് കണ്ടിരിക്കുന്നത്. അവളെ നിനക്ക് തന്നെ കിട്ടുന്ന ലക്ഷണമാ. എങ്കി ചില്ല് വയറ്റത്തില്ല, എന്റെ ചങ്കി കയറിയാലും ഞാൻ സഹിക്കും. കാര്യമായിട്ടൊന്നും പറ്റില്ലെന്നാ തോന്നണല്ലേ? എന്റെ ദൈവമേ, എന്താ ഇത്? എന്താ പറ്റിയത്? എന്താ മുത്തശ്ശ, എന്താ പറ്റിയത്? എന്നെ ഒരുത്തൻ റോട്ടിൽ ഉരുട്ടിയിട്ടു മോളെ. ആരാ മുത്തശ്ശ? വേറെ ആര്? അവന്മാര്. ഇത് അവന്മാർ തന്നെ. ഞാനെന്ന് പറഞ്ഞപ്പോഴേ നിങ്ങൾ എന്താ പറഞ്ഞത്? തോന്നിയതാണെന്ന്. നിങ്ങൾക്ക് ഇത് തന്നെ കിട്ടണം. മുത്തശ്ശൻ ആളെ കണ്ടാലറിയോ? അറിയോന്നോ? അവനെ ഇനി എവിടെ കണ്ടാലും ഞാൻ കൊല്ലും. വെറുതെ. അന്ന് വന്നവന്മാരെയൊക്കെ കണ്ടാലേ എനിക്കും അറിയാം. എന്നെ മാത്രല്ല, നിങ്ങളെ രണ്ടുപേരെയും അറിയാവുന്ന. വരും, അവന്മാര് ഇനിയും വരും. ഇനി വന്നാ ഞാൻ വെട്ടി തുണ്ടൻ തുണ്ടാക്കി ഈ മുറ്റത്തിടും. നോക്കിക്കോ. നിങ്ങൾ വന്നേ. അതെ, നിങ്ങളെ 3 വരെ അവർ മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. എന്താ? നിങ്ങൾ അവളെ എങ്ങനെ മറന്നേക്കണം. അയ്യടാ.